Good morning, students. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ട്രാവേഴ്സ് സർവേയിങ് ഓർ ട്രാവേഴ്സിങ്. അപ്പോൾ സർവേയിൽ നമ്മൾ ട്രാവേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഡ്രോയിങ് അല്ലെങ്കിൽ സർവേയിങ് a plot such that we draw a number of interconnected survey lines. ഓക്കെ, നമ്പർ ഓഫ് സർവേ ലൈൻസ് കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാവേഴ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സപ്പോസ് നമ്മളൊരു പ്ലോട്ടിൻ്റെ ബൗണ്ടറി വരയ്ക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേഷൻ എ എന്ന് പറഞ്ഞ പോയിൻ്റാണ് നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്തത്. എയിൽ നമ്മൾ ബിയിലേക്ക് സൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സർവേ ലൈൻ വരച്ചു. ബിയിൽ നിന്ന് സിയിലേക്ക് ഒരു സർവേ ലൈൻ വരച്ചു. സിയിൽ നിന്ന് ഡിയിലേക്ക് സർവേ ലൈൻ വരച്ചു. ഡിയിൽ നിന്ന് ഇയിലേക്ക്, ഇയിൽ നിന്ന് തിരിച്ച് എഫിലേക്കും സർവേ ലൈൻ വരച്ചു അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു പ്ലോട്ടിൻ്റെ ബൗണ്ടറി വരയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാവേഴ്സ് സർവേയിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ട്രാവേഴ്സിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് സർവേ ഇൻ വിച്ച് എ നമ്പർ ഓഫ് കണക്റ്റഡ് സർവേ ലൈൻസ് ഫോം ദ ഫ്രെയിംവർക്ക്. ഓക്കെ, and the direction and length of the survey lines are measured with the help of an angle measuring instrument and a tab. അപ്പോൾ നമുക്കിങ്ങനെ സർവേ ലൈൻ വരയ്ക്കണമെങ്കിൽ നമുക്ക് അവിടെ സർവേ ലൈനിൻ്റെ ലെങ്ത്ത് വേണം, അതുപോലെ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ആംഗിൾസും വേണ്ടി വരും അല്ലേ. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് അതും ചെയ്യാം അല്ലേ. ലെങ്ത്ത് മെഷറിങ് ഇൻസ്ട്രുമെൻറ്റും ആംഗിൾ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റും വെച്ചിട്ടാണ് നമ്മൾ പ്ലോട്ടിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പ്ലോട്ടിൻ്റെ ബൗണ്ടറി ആണെങ്കിൽ നമ്മൾ സർവേ ലൈൻസ് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെ തിരിച്ചെത്തും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സർവേ ട്രാവേഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് ക്ലോസ്ഡ് ട്രാവേഴ്സ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ലൈൻസ് ഫോം എ സർക്യൂട്ട് ഓർ എ ഫ്രെയിംവർക്ക് വിച്ച് എൻഡ്സ് അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇറ്റ് സെൽഫ്. അതായത് തുടങ്ങിയ പോയിന്റിൽ തന്നെ തിരിച്ചെത്തും. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലോസ്ഡ് ട്രാവേഴ്സ് എന്ന് പറയുന്നത്. Okay, it is suitable for locating boundaries and for survey of large areas. Okay, നമ്മളൊരു ബൗണ്ടറീനെ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെയുള്ള ക്ലോസ്ഡ് ട്രാവേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അതുപോലെ ഓപ്പൺ ട്രാവേഴ്സ് എന്ന് പറയുന്നത് ഇഫ് ദ സർവേ ലൈൻസ് ഫ്രെയിംവർക്ക് ഓഫ് സർവേ ലൈൻസ് ഡസ് നോട്ട് എൻഡ് ഇൻ ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ, ഇറ്റ് വിൽ എൻഡ് എൽസ്വെയർ, മറ്റേതെങ്കിലും ഒരു പോയിന്റിൽ എൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പൺ ട്രാവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പൺ ട്രാവേഴ്സ് യൂഷ്വലി നമ്മളെപ്പോഴാണ് വരുന്നത്, യൂഷ്വലി വൈൽ ഡ്രോയിങ് അലൈൻമെൻറ്റ് ഓഫ് റോഡ്, അലൈൻമെൻറ്റ് ഓഫ് കനാൽസ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ റോഡിനെല്ലാണെങ്കിൽ റോഡ് നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ എൻഡ് ചെയ്യണമെന്നില്ല, അത് നമ്മളിങ്ങനെ ലോങ് ആയിട്ട് അങ്ങ് പോകും അല്ലേ. അപ്പോൾ അതെല്ലാം എന്തിൻ്റെയാണ്, ഒരു ഓപ്പൺ ട്രാവേഴ്സിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, അടുത്തത് മെത്തേഡ്സ് ഓഫ് ട്രാവേഴ്സിങ്. നമ്മൾ ഈ ട്രാവേഴ്സിങ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്. ഓക്കെ, ദിസ് ഇസ് മെയിൻലി based upon the type of instrument used and the how the procedure of traversing. അപ്പോൾ അത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ടൈപ്സ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ചെയിൻ ട്രാവേഴ്സിങ്, സെക്കൻഡ് വൺ ചെയിൻ ആൻഡ് കോമ്പസ് ട്രാവേഴ്സിങ്, തേർഡ് വൺ ട്രാൻസിറ്റ് ടൈപ്പ് മെത്തേഡ്, ആൻഡ് ഫോർത്ത് വൺ ഈസ് പ്ലെയിൻ ടേബിൾ സർവേയിങ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തത് ചെയിൻ സർവേയിങ്, ചെയിൻ ട്രാവേഴ്സിങ്. ഓക്കെ, അപ്പോൾ ചെയിൻ ട്രാവേഴ്സിങ്ങിൽ എന്താ ചെയ്യുന്നത്, ഹിയർ ദ ഓൺലി ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഈസ് ചെയിൻ. നമ്മൾ ചെയിൻ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ട്രാവേഴ്സിങ് ചെയ്യുന്നത്. ഹിയർ നോ ആംഗിൾ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ യൂസ്ഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലോട്ട് ചെയ്യണമെങ്കിൽ ആവശ്യം വരുന്ന ഇപ്പോൾ എന്തെങ്കിലും ആംഗിൾ ആവശ്യമുണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ തമ്പ് റൂൾസ് വെച്ചിട്ട്, ഇതത്ര അക്യുറേറ്റ് ആയിട്ടുള്ളൊരു മെത്തേഡൊന്നും അല്ല. അപ്പോൾ ഇത് ചെയിൻ മാത്രം വെച്ചിട്ട് ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടാകും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ട്രയാങ്കിൾ ഫോർമുലാസ്, ട്രയാങ്കിൾ എന്താ 3, 4, 5 റിലേഷൻ, പെർപെൻഡിക്കുലർ ട്രയാങ്കിളിൻ്റെ റിലേഷൻ, അതുപോലെ ഓഫ്സെറ്റ് എടുക്കും, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കും, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം എടുത്തിട്ടാണ് അത്യാവശ്യം വരുന്ന ആംഗിൾസ് എല്ലാം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, so here no angle measuring instrument is used and the direction of the lines are fixed entirely by linear measurements മാത്രം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ സർവേ ലൈൻസിൻ്റെ ഡയറക്ഷൻസും സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ചെയിൻ ആൻഡ് കോമ്പസ് ട്രാവേഴ്സിങ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫ്രീ ഓർ ലൂസ് നീഡിൽ മെത്തേഡ്. അപ്പോൾ ഇതിൽ എന്താ ചെയ്യുന്നത്, നമുക്ക് ലീനിയർ മെഷർമെൻറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയിൻ ഓർ ടാപ്പ് യൂസ് ചെയ്യാം. അതുപോലെ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് എ കോമ്പസ്. ഓക്കെ, അതിൻ്റെ നെയിമിൽ പറയുന്ന പോലെ ചെയിൻ ആൻഡ് കോമ്പസ്, ലീനിയർ മെഷർമെൻറ്റിന് ചെയിനും ആംഗിൾ മെഷർമെൻറ്റിന് കോമ്പസും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ മെഷർ ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ബിയറിംഗ് ആണ്. ബിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്,
The angle measured from the reference meridian. Reference meridian in a compass is a magnetic north. നമ്മൾ മാഗ്നറ്റിക് നോർത്ത് നിന്ന് നമ്മൾ എടുക്കുന്ന നമ്മുടെ സർവേ ലൈനിലേക്ക് എടുക്കുന്ന ആംഗിളിനെയാണ് എന്ത് പറയുന്നത്, ബിയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഓരോ സ്റ്റേഷനിലും നമ്മൾ എന്താ ഇൻസ്ട്രുമെൻറ്റ് കോമ്പസ് സെറ്റ് ചെയ്തിട്ട് ആദ്യം മെരിഡിയൻ നോർത്ത് സെറ്റ് ചെയ്യും അല്ലേ. മാഗ്നറ്റിക് നോർത്തിലേക്ക് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ഫേസ് ചെയ്യുന്ന രീതിയിൽ വെക്കും. അതിനുശേഷം നമുക്ക് ഏത് പോയിന്റിലേക്കാണോ സൈറ്റ് ചെയ്യേണ്ടത് ആ പോയിന്റിലേക്ക് സൈറ്റ് ചെയ്തിട്ട് നമുക്ക് കോമ്പസിൽ നിന്ന് റീഡിങ് കിട്ടും അല്ലേ. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഹിയർ ദ ഇൻസ്ട്രുമെൻറ്റ് will shift to each and every station and we will set the meridian at every station. എല്ലാ സ്റ്റേഷനിലും മെറിഡിയൻ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആംഗിൾ കാണും, ബിയറിങ് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയാണ് ചെയിൻ ആൻഡ് കോമ്പസ് ട്രാവേഴ്സിങ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് എയിൽ വെച്ചു, ബിയറിങ് കണ്ടുപിടിച്ചു, അതുപോലെ ഡിസ്റ്റൻസ് എ ബി കണ്ടുപിടിച്ചു. ഓക്കെ, അതിനുശേഷം ഇൻസ്ട്രുമെൻറ്റ് ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം അവിടെയും നോർത്ത് സെറ്റ് ചെയ്തിട്ട് ആംഗിൾ ബിയറിങ് കണ്ടുപിടിക്കും. ബിയിൽ നിന്ന് സിയിലേക്ക് സൈറ്റ് ചെയ്തുകൊണ്ട് അതിനുശേഷം ബി സി ഡിസ്റ്റൻസും ചെയിനോ ടാപ്പോ വെച്ചിട്ട് മെഷർ ചെയ്യും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ സ്റ്റേഷനിലും ചെയ്ത് പോകുന്നതിനെയാണ് ചെയിൻ ആൻഡ് കോമ്പസ് ട്രാവേഴ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സെയിം ആണ്. ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് മെറിഡിയൻ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ഈച്ച് സ്റ്റേഷൻ independently. Okay, and this method is not accurate as that of transit type method. Transit type method എന്ന് പറഞ്ഞത് ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്ന നെക്സ്റ്റ് മെത്തേഡാണ്. അപ്പോൾ അതിൻ്റെ അത്ര accurate അല്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡ് ട്രാൻസിറ്റ് ടൈപ്പ് മെത്തേഡ്. ട്രാൻസിറ്റ് ടൈപ്പ് മെത്തേഡ് തന്നെ രണ്ടെണ്ണം ഉണ്ട്, ഫാസ്റ്റ് നീഡിൽ മെത്തേഡ് ആൻഡ് മെഷർമെൻറ്റ്സ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തത് ട്രാവേഴ്സിങ് ബൈ ഫാസ്റ്റ് നീഡിൽ മെത്തേഡാണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പോൾ ഇതിലെന്താ ചെയ്യുന്നത്, ഹിയർ മാഗ്നറ്റിക് ബിയറിംഗ്സ് ഓഫ് ട്രാവേഴ്സ് ലൈൻസ് ആർ മെഷേർഡ് ബൈ എ തിയോഡലൈറ്റ് ഫിറ്റഡ് വിത്ത് എ കോമ്പസ്. ഇവിടെ നമ്മൾ ആംഗിൾ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റായി യൂസ് ചെയ്യുന്നത് തിയോഡലൈറ്റ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് ഫിറ്റഡ് വിത്ത് എ കോമ്പസ്. ഓക്കെ, ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് മെറിഡിയൻ ഈസ് നോട്ട് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ഈച്ച് സ്റ്റേഷൻ. ഓരോ സ്റ്റേഷനിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മെറിഡിയൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല. Okay, but instead the magnetic bearings of lines are measured with reference to the meridian established at the first station. അതായത് നമ്മൾ ബിയറിങ് ഫസ്റ്റ് സ്റ്റേഷൻ എ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തെ ബിയറിങ് കണ്ടുപിടിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ പിന്നെ മറ്റൊരു സ്റ്റേഷനിലും നമ്മൾ നോർത്തായിട്ട് സെറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഈ കണ്ടുപിടിച്ച ബിയറിംഗിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ബാക്കിയുള്ള സ്റ്റേഷൻസിൻ്റെ മെറിഡിയൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, അതിപ്പോൾ നമ്മൾ ആംഗിൾ മെഷർ ചെയ്യാൻ തിയോഡലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റിൽ നോർത്ത് സെറ്റ് ചെയ്തുകൊണ്ട് കോമ്പസിൽ നോർത്ത് സെറ്റ് ചെയ്തുകൊണ്ട് തിയോഡലൈറ്റിൽ നമ്മൾ ഈ ആംഗിൾ ഫസ്റ്റ് ആംഗിൾ തീറ്റ ലെറ്റ് ഇറ്റ് ബി 50 ഡിഗ്രി ആണെന്ന് വരിക. ഫസ്റ്റ് ആംഗിൾ കണ്ടുപിടിച്ചു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് തിയോഡലൈറ്റിൻ്റെ ടെലിസ്കോപ്പ് അപ്പോഴും ഇങ്ങോട്ടായിരിക്കും ഫേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആംഗിൾ ഇപ്പോഴും 50 ഡിഗ്രി തന്നെ ആയിരിക്കും. ആ 50 ഡിഗ്രിയിൽ നിന്ന് ബാക്കി കണ്ടിന്യൂഷൻ പോലെ ഇപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ നോർത്തായിട്ട് സെറ്റ് ചെയ്യുന്നില്ല, മുമ്പ് കണ്ടുപിടിച്ച അതേ ആംഗിളിൽ നിന്ന് ഇൻസ്ട്രുമെൻറ്റ് അതേ പൊസിഷനിലായിരിക്കും. ആ പൊസിഷനിൽ നിന്ന് തന്നെ മുമ്പ് കണ്ടുപിടിച്ചതിൻ്റെ കണ്ടിന്യൂഷൻ പോലെ നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആംഗിൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് തിയോഡലൈറ്റ് ആണ്. Here it is more accurate than loose needle method. The length of the lines are measured with steel tape. Steel tape വെച്ചിട്ടാണ് ലെങ്ത്സ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ് ട്രാൻസിറ്റ് ടൈപ്പിൻ്റെ അടുത്ത ടൈപ്പാണ് ട്രാവേഴ്സിങ് ബൈ ഡയറക്റ്റ് ഒബ്സർവേഷൻ ഓഫ് ആംഗിൾസ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ ട്രാവേഴ്സ് ലൈനിൻ്റെ ഒബ്സർവേഷൻ ഓഫ് ആംഗിൾസ് മെഷർ ചെയ്തുകൊണ്ട്, ബിയറിംഗ് അല്ല ആംഗിൾസ് ആണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ഇവിടെ നമ്മൾ ഫസ്റ്റ് സ്റ്റേഷനിൽ വെച്ചിട്ട് ബിയറിംഗ് കണ്ടുപിടിക്കുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേഷൻ പി ആണ് ഫസ്റ്റ് സ്റ്റേഷൻ എങ്കിൽ പിയിൽ വെച്ച് നമ്മൾ ആദ്യം മാഗ്നറ്റിക് നോർത്ത് സെറ്റ് ചെയ്തിട്ട്
ബിയറിംഗ് കണ്ടുപിടിക്കുന്നുണ്ട്. ബാക്കി അതിന് ശേഷം വരുന്നതെല്ലാം നമ്മൾ നമ്മുടെ ട്രാവേഴ്സ് ലൈനിൻ്റെ തമ്മിലുള്ള ആംഗിൾസ്, അതിപ്പോൾ ഇൻക്ലൂഡഡ് ആംഗിൾസ് ആവാം, എക്സ്ക്ലൂഡഡ് ആംഗിൾസ് ആവാം, ഡിഫ്ലക്ഷൻ ആംഗിൾസ് ആവാം. അങ്ങനെയുള്ള ആംഗിൾസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാവേഴ്സിങ് പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഹിയർ ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ്, ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് ആണ് മെഷർ ചെയ്യുന്നത്. ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് ആർ ഡയറക്ട്ലി മെഷേർഡ് ബൈ തിയോഡലൈറ്റ്. ഓക്കെ, ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയുന്നത് അത് ഒന്നുകിൽ ഇൻക്ലൂഡഡ് ആംഗിൾസ് ആവാം ഓർ ഡിഫ്ലക്ഷൻ ആംഗിൾസ് ആവാം. ഇൻക്ലൂഡഡ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് നമ്മുടെ ട്രാവേഴ്സ് ആണെങ്കിൽ ട്രാവേഴ്സിൻ്റെ അകത്ത് വരുന്നതാണെങ്കിൽ ഇതിന് ഇൻറ്റീരിയർ ആംഗിൾസ് എന്നും, അതിൻ്റെ പുറത്ത് വരുന്ന ആംഗിൾസ് ആണെങ്കിൽ അത് എക്സ്ക്ലൂഡഡ് ആംഗിൾസ് എന്നും പറയും. ഓക്കെ, അത് രണ്ടും ഇൻക്ലൂഡഡ് ആംഗിൾസിൽ വരുന്നതാണ്. അതുപോലെ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ട്രാവേഴ്സ് ആണെങ്കിൽ ഇതിന് മുമ്പത്തെ പ്രീവിയസ് ഇപ്പോൾ പി ക്യു ഫസ്റ്റ് സർവേ ലൈൻ, അതിനുശേഷം ക്യൂ എന്ന് ആറിലേക്ക്, ഇതിൻ്റെ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ പി ക്യുവിൻ്റെ കണ്ടിന്യൂവേഷൻ എന്ന് നമ്മുടെ സർവേ ലൈൻ ക്യൂ ആറിലേക്കുള്ള ആംഗിളാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലും ചെയ്യാം. അപ്പോൾ ഹിയർ ദ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് എനി വൺ ലൈൻ ഈസ് മെഷേർഡ് ആൻഡ് ദ ബിയറിംഗ് ഓഫ് അതർ ലൈൻസ് ആർ കാൽക്കുലേറ്റഡ്. നമ്മൾ കണ്ടുപിടിച്ച് ഇൻക്ലൂഡഡ് ആംഗിളോ ഡിഫ്ലക്ഷൻ ആംഗിളോ വെച്ചിട്ട് ബാക്കിയുള്ള സർവേ ലൈൻസിൻ്റെ ബിയറിങ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ ഇൻക്ലൂഡഡ് ആംഗിൾ നമ്മൾ പറഞ്ഞു ഇൻറ്റീരിയർ ആംഗിളും ഉണ്ടാവും, എക്സ്റ്റീരിയർ ആംഗിളും ഉണ്ടാവും അല്ലേ. അപ്പോൾ സപ്പോസ് നമ്മുടെ സർവേ പ്രൊസീഡ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, അതായത് ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ സർവേ പ്രൊസീഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ആംഗിൾസ്, തിയോഡലൈറ്റിൽ വരുന്ന ആംഗിൾസ് എന്തായിരിക്കും, ഇൻറ്റീരിയർ ആംഗിൾസ് ആയിരിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പി എന്ന് ക്യൂ, ഫസ്റ്റ് സ്റ്റേഷൻ പി എസ് ആണ്, പി എന്ന് എസ്, എസ് എന്ന് ആറ്, ആറെന്ന് ക്യൂ, ഇങ്ങനെയാണ് നമ്മൾ സർവേ പ്രൊസീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ പി ക്യൂ എന്ന് പറഞ്ഞ ഇതിലേക്ക് ഫസ്റ്റ് സൈറ്റ് ചെയ്യും. പി എന്ന് നമ്മുടെ ലാസ്റ്റ് സ്റ്റേഷൻ ക്യൂവിലേക്ക് സൈറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ആംഗിൾ 0 ആക്കി വെക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആംഗിൾ 0 ആക്കിയിട്ട് ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യും അല്ലേ. അത് തീറ്റ കിട്ടി, ഇതാണ് ഫസ്റ്റ് ആംഗിൾ, ഫസ്റ്റ് ഇൻറ്റീരിയർ ആംഗിൾ. അതിനുശേഷം പി എന്ന് എസിലേക്കാണ് നമ്മുടെ സർവേ ലൈൻ പോകുന്നത് അല്ലേ. പി എന്ന് എസിലേക്ക് പോയി, ഇനി എസ് എന്ന് ആറിലേക്ക് പോകണം. അങ്ങനെ എസ് എന്ന് ആറിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ പുതിയ സ്റ്റേഷൻ എസ് ആണ്. അപ്പോൾ എസ് എന്ന് നമ്മൾ പിയിലേക്ക് സൈറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ആംഗിൾ 0 ആക്കും. ആംഗിൾ 0 ആക്കിയതിന് ശേഷം വി വിൽ മെഷർ ദ ആംഗിൾ. ഓക്കെ, അപ്പോൾ ആംഗിൾ എപ്പോഴും കിട്ടുന്നത് നമ്മൾ ഈ ക്ലോക്ക് വൈസ് ആയിരിക്കും ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് ഈ റൊട്ടേഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ആംഗിൾ കിട്ടി. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോകുമ്പോൾ ഇൻറ്റീരിയർ ആംഗിൾസ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അതേസമയം നമ്മൾ ക്ലോക്ക് വൈസ് ആണ് നമ്മുടെ സർവേ പ്രൊസീഡ് ചെയ്യുന്നതെങ്കിൽ പി, ഫസ്റ്റ് സ്റ്റേഷൻ പി, സെക്കൻഡ് സ്റ്റേഷൻ ക്യൂ, തേർഡ് സ്റ്റേഷൻ ആർ, ലാസ്റ്റ് സ്റ്റേഷൻ എസ്, അവിടെ നിന്ന് തിരിച്ച് പിയിലേക്ക് തന്നെ പോകും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ എന്താണ്, ഇവിടെ ഇപ്പം ഫസ്റ്റ് നമ്മുടെ പി എന്ന് ക്യൂവിലേക്കാണ് ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് ഏറ്റവും ലാസ്റ്റ് സ്റ്റേഷനിലേക്ക് നോക്കിയിട്ട് ഹൊറിസോണ്ടൽ ആംഗിൾ 0 ആക്കും. എന്നിട്ട് എന്ത് ചെയ്യും, പി എന്ന് ക്യൂവിലേക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കും, തീറ്റ. ഓക്കെ, അത് എക്സ്റ്റീരിയർ ആംഗിളായിട്ടാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, നമ്മൾ ടെലിസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആയിരിക്കും. ഓക്കെ, ടെലിസ്കോപ്പ് എപ്പോഴും റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആയിരിക്കും, ഹൊറിസോണ്ടലി, ഇൻ ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പോഴാണ് നമുക്ക് ഹൊറിസോണ്ടൽ ആംഗിൾ കിട്ടുന്നത്. അതേപോലെ നമ്മൾ അടുത്തത്, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, നെക്സ്റ്റ് സ്റ്റേഷനിലേക്ക് പോയി, പി എന്ന് ക്യൂവിലേക്ക് പോയി. ക്യൂവിൽ വന്നതിന് ശേഷം നമ്മൾ പിയിലേക്ക് തന്നെ നോക്കിയിട്ട് ആംഗിൾ, ഹൊറിസോണ്ടൽ ആംഗിൾ 0 ആക്കും. അതിനുശേഷം വി വിൽ റൊട്ടേറ്റ് ദ ടെലിസ്കോപ്പ് ടു ക്യു ആർ.
Q-ന്ന് R-ലേക്കായിരിക്കും നമ്മൾ അടുത്ത സൈറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ടെലിസ്കോപ്പ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് കിട്ടും, ഒരു ഹൊറിസോണ്ടൽ ആംഗിൾ കിട്ടും. ആൻഡ് ദാറ്റ് വിൽ ബി ദ നെക്സ്റ്റ് ആംഗിൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയി കിട്ടുന്നത് എന്തായിരിക്കും, എക്സ്ക്ലൂഡഡ് ആംഗിൾസ് ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾസ് ആയിരിക്കും. അതുപോലെ ഡിഫ്ലക്ഷൻ ആംഗിൾസും കണ്ടുപിടിക്കാൻ പറ്റും നമ്മൾ ടെലിസ്കോപ്പിൻ്റെ അറേഞ്ച്മെൻറ്റ് വെച്ചിട്ട്. അടുത്തത് പ്ലെയിൻ ടേബിൾ മെത്തേഡ്. പ്ലെയിൻ ടേബിൾ മെത്തേഡ് നമ്മൾ ഇതിനു മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ ടേബിൾ മെത്തേഡിൽ എങ്ങനെയാണ്, നമ്മൾ ആദ്യം ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ ഫസ്റ്റ് സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് അവിടെ നിന്ന് സെക്കൻഡ് സ്റ്റേഷനിലേക്ക് സൈറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ സൈറ്റിൽ നിന്ന് തന്നെ പ്ലോട്ടിങ്ങും ചെയ്യും അല്ലേ, സൈറ്റിൽ നിന്ന് തന്നെ പ്ലോട്ടിങ്ങും ചെയ്യും. അതിനുശേഷം ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ ബിയിലേക്ക് വെച്ചിട്ട് ബിയിൽ നിന്ന് എയിലേക്ക് തന്നെ ബാക്ക് സൈറ്റ് ചെയ്യും. അതിനുശേഷം ബിയിൽ നിന്ന് സിയിലേക്ക് നോക്കും. ബിയിൽ നിന്ന് സിയിലേക്ക് സൈറ്റ് ചെയ്തുകൊണ്ട് റേസ് വരക്കും, അല്ലെങ്കിൽ ഡ്രോയിങ്ങിൽ റേസ് വരക്കും. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയി ചെയ്ത് പോകും. ഇത് നമുക്ക് ആക്സബിൾ പോയിൻറ്റ്സ് ആണെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. അതല്ല ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഓരോ സ്റ്റേഷനിലും സെപ്പറേറ്റ് ഓരോ സ്റ്റേഷനിലേക്കും എന്ത് ചെയ്യുക, റേഡിയൽ ലൈൻസ് വരച്ചുകൊണ്ട് ടോട്ടൽ എല്ലാം കൂടെ ഓരോ സ്റ്റേഷനിലും ഇതുപോലെ പ്രീവിയസ് സ്റ്റേഷനിൽ ബാക്കിയുള്ള സ്റ്റേഷനിലേക്ക് റേസ് വരക്കാം. അങ്ങനെ നമ്മൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്ലെയിൻ ടേബിൾ മെത്തേഡ് ഓഫ് ട്രാവേഴ്സിങ്. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, ചെക്സ് ഇൻ ക്ലോസ്ഡ് ട്രാവേഴ്സ്. ചെക്സ് ഇൻ ക്ലോസ്ഡ് ട്രാവേഴ്സ്. അപ്പോൾ ഇതിൽ ഹൊറിസോണ്ടൽ മെഷർമെൻറ്റ്സ് ലീനിയർ ചെക്ക് ചെയ്യുന്നത് വിൽ മെഷർ ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസസ് അല്ലെങ്കിൽ ലീനിയർ മെഷർമെൻറ്റ്സ് സെക്കൻഡ് ടൈം ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ. ഓൾറെഡി മെഷർ ചെയ്ത് നമ്മൾ സെക്കൻഡ് ടൈം ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ കറക്ഷൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, chaining each survey line a second time in the reverse direction. രണ്ടാമത്തത് ആംഗുലർ ചെക്ക്. ആംഗുലർ ചെക്ക് ഇൻ കേസ് ഓഫ് ക്ലോസ്ഡ് ട്രാവേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആംഗിൾസ് ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ച ആംഗിൾസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാണ്, ഫോർ ട്രാവേഴ്സിങ് ബൈ ഇൻക്ലൂഡഡ് ആംഗിൾസ്. ഇൻക്ലൂഡഡ് ആംഗിൾ വെച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ അത് ഇൻറ്റീരിയറോ എക്സ്റ്റീരിയറോ ആവാം. അപ്പോൾ അതിൽ ഇൻറ്റീരിയർ ആംഗിൾസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തതെങ്കിൽ we can check the angle measurements using the equation, using the relation 2n minus 4 into 90 degree, where n is the number of sides. Okay, ഇപ്പോൾ ഒരു ഒരു ക്വാഡ്രിലേറ്ററൽ 4 sides ഉള്ള ഒരു ഫിഗർ ആണെങ്കിൽ നമുക്ക് n 4 ആണ് അല്ലേ. അപ്പോൾ 2n minus 4 into 90 degree, n 4 ആണെങ്കിൽ 360 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഓരോ ഇൻറ്റീരിയർ ആംഗിൾസും ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 360 ഡിഗ്രി എന്ന് കിട്ടണം. ഓക്കെ, ഫോർ എ 4 സൈഡഡ് ഫിഗർ. അപ്പോൾ അത് അങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ എക്സ്റ്റീരിയർ ആംഗിൾ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ then we have the relation 2n plus 4 into 90 degrees. അതും we can use for checking angular measurements in a closed traverse. Similarly, if the traverse is done by using deflection angles, then the sum of deflection angles should be always equal to 360 degrees. ഓരോ സർവേ ലൈൻ്റെയും ഡിഫ്ലക്ഷൻ ആംഗിൾസ് നമ്മൾ ആഡ് ചെയ്ത് വെച്ചാൽ 360 ഡിഗ്രി തന്നെ കിട്ടണം. ഓക്കെ, നെക്സ്റ്റ് ട്രാവേഴ്സിങ് ബൈ ഡയറക്റ്റ് ഒബ്സർവേഷൻ ഓഫ് ബിയറിങ്സ്. നമ്മൾ ബിയറിങ്സ് കണ്ടുപിടിച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ ദെൻ ദ കണ്ടീഷൻ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, ദെൻ ഫോർ ബിയറിംഗ് ഓഫ് ദ ലൈൻ, ലാസ്റ്റ് ലൈൻ ഷുഡ് ബി ഈക്വൽ ടു ദ ബാക്ക് ബിയറിംഗ് ഓഫ് ദാറ്റ് ലൈൻ പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രി എന്ന് കിട്ടണം. ഓക്കെ, ഫോർ ബിയറിംഗ് ഇസ് ഈക്വൽ ടു ബാക്ക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രി. ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ. സപ്പോസ് നമ്മൾ സർവേ ലൈൻ എ ബി ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ എയിലുണ്ടായ ഫോർ ബിയറിംഗ് എന്ന് പറഞ്ഞത് സർവേ ലൈൻ ഇങ്ങനെയാണ് പോകുന്നത്. എ ആണ് ഫസ്റ്റ് സ്റ്റേഷൻ, ബി ആണ് സെക്കൻഡ് സ്റ്റേഷൻ. അപ്പം ഫോർ ദ സർവേ ലൈൻ എ ബി ഫോർ ബിയറിംഗ് ഈസ് തീറ്റ. ഓക്കെ, അപ്പോൾ then the back bearing of AB will be equal to ഇതായിരിക്കും. then back bearing should be equal to 4 bearing theta plus 180 ഡിഗ്രി എന്ന് കിട്ടണം അല്ലേ. പ്ലസ് 180 ഡിഗ്രി ആയിരിക്കും.
പ്ലസ് ആവുന്ന എപ്പോഴാണ്? വെൻ ദ ഫോർ ബിയറിംഗ് തീറ്റ ഈസ് ലെസ് ദാൻ 180 ഡിഗ്രി ആണെങ്കിൽ നമ്മളെ കണ്ടീഷൻ, നമ്മുടെ ഇക്വേഷനിൽ പ്ലസ് എന്ന് വരും അല്ലേ? നിങ്ങൾ കണ്ടീഷൻ വെച്ച് നോക്കിയാൽ മനസ്സിലാവും. അതേസമയം ഇഫ് തീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ ഫോർ ബിയറിംഗ് തീറ്റ, if ഫോർ ബിയറിംഗ് ഈസ് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ആണെങ്കിൽ then our relation will change, like ഫോർ ബിയറിംഗ് is equal to ബാക്ക് ബിയറിംഗ് മൈനസ് 180 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ചെക്സ്. ഇനി അടുത്തത് ചെക്സ് ഇൻ ഓപ്പൺ ട്രവേഴ്സ്. ഒരു ഓപ്പൺ ട്രവേഴ്സ് ആണെങ്കിൽ രണ്ടാമത് ചെക്സ്. ലീനിയർ ചെക്ക് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ റീഡിങ് ദ മെഷർമെൻറ്റ്സ് സെക്കൻഡ് ടൈം ഇൻ റിവേഴ്സ് ഡയറക്ഷൻ. അതുപോലെ ആംഗുലർ ചെക്ക്, ഒരു ഓപ്പൺ ട്രവേഴ്സ് ആണെങ്കിൽ അവിടെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഒരു റിലേഷൻ ഒന്നുമില്ല, നമുക്ക് കണ്ടുപിടിക്കാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു റിലേഷൻ ഒന്നും അവൈലബിൾ അല്ല. പക്ഷേ വി ക്യാൻ ഡു ഇൻഡയറക്റ്റ് ചെക്ക്. ഇൻഡയറക്റ്റ് ചെക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആംഗുലർ ചെക്കിൽ ഫസ്റ്റ് വൺ, സപ്പോസ് നമ്മുടെ ഓപ്പൺ ട്രവേഴ്സ് ഇങ്ങനെയാണ് ABCD. അപ്പോൾ ഇതിൽ നിന്ന് ഫസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് ലാസ്റ്റ് സ്റ്റേഷനിലേക്ക് നമ്മൾ ഒരു ഇമാജിനറി ലൈൻ വരച്ചു കഴിഞ്ഞാൽ then take the bearings from the first station P, അല്ലെങ്കിൽ ഇത് എന്താ ഇവിടെ നെയിം കൊടുത്തിട്ടുള്ളത് എന്നും എയും ഡിയും ആണ്. ADയിലേക്കുള്ള ബിയറിംഗ് കണ്ടുപിടിക്കും, ഇതൊരു തീറ്റ നമുക്ക് കിട്ടും. അതിനുശേഷം എന്ത് ചെയ്യും, നമ്മൾ ഡിന്ന് എയിലേക്ക് സൈറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെയും ബിയറിംഗ് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഹിയർ തീറ്റ കണ്ടുപിടിച്ച രണ്ട് ബിയറിങ്സും തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും 180 ഡിഗ്രി എന്ന് കിട്ടണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ വർക്ക് മേ ബി ആക്സെപ്റ്റഡ് ആസ് കറക്റ്റ്. ഇതിൻ്റെ മറ്റൊരു മെത്തേഡാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ ഓപ്പൺ ട്രവേഴ്സ് എന്ന് പറയുന്നത് ABCD ആണ്. അപ്പോൾ ഹിയർ വി വിൽ കൺസിഡർ an imaginary point P outside of the traverse. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഓരോ സ്റ്റേഷനും ABCD ഈ 4 സ്റ്റേഷനൊന്നും നമ്മുടെ ഇമാജിനറി പോയിന്റിലേക്ക് സൈറ്റ് ചെയ്തുകൊണ്ട് റേസ് വരക്കും. നമ്മളെ പ്ലോട്ടിങ്ങിൽ വരച്ച പ്ലോട്ടിൽ നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് നമുക്ക് ബിയറിംഗ് കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കാം. ഇപ്പോൾ ഓരോ സ്റ്റേഷനിൽ നിന്നും ആ പിയിലേക്ക് സൈറ്റ് ചെയ്തിട്ട് എത്രയാണ് ആംഗിൾ, അത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, ലൈൻസ് വരക്കാം അല്ലേ? അപ്പം അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ എല്ലാ ലൈൻസും ആ പി എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ തന്നെ ടച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ആ കറക്റ്റ് ആ പി എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിലേക്ക് തന്നെ എല്ലാ ലൈൻസും ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച ആംഗിൾസ് എല്ലാം കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, നമ്മൾ വരച്ച ട്രാവേഴ്സ് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. കൺസിഡർ an imaginary point P and observe bearings of all the imaginary lines to this imaginary point P from each station. എല്ലാ സ്റ്റേഷനിൽ നിന്നും നമ്മൾ ഇമാജിനറി പോയിന്റ് പിയിലേക്ക് ഒരു ലൈൻ വരച്ച് ആ ബിയറിംഗ് കണ്ടുപിടിക്കും. ഓക്കെ, ഓരോ സ്റ്റേഷനിൽ നിന്നും ബിയറിംഗ് കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വി ക്യാൻ പ്ലോട്ട് ദ ഇമാജിനറി ലൈൻസ് AP, BP, CP, DP അങ്ങനെ വരച്ച് കഴിഞ്ഞിട്ട് വെൻ പ്ലോട്ടിംഗ് ഇഫ് ദീസ് ഇമാജിനറി ലൈൻസ് ആർ പാസിംഗ് ത്രൂ ദാറ്റ് point P then the work may be considered as correct. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്രാവേഴ്സ് ചെയ്തത് കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ.